നമസ്കാരം. നമ്മൾ അക്കൗണ്ടൻസി പാർട്ട് 2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഡീറ്റെയിൽസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ചാപ്റ്ററിൻ്റെ പേര് സ്പ്രെഡ്ഷീറ്റ് എന്നാണ്. എന്താണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്? ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും LibreOffice CALC, MS Excel, Lotus 123, 123, OpenOffice Spreadsheet, Quattro. ഇതൊക്കെ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റിൻ്റെ ഉദാഹരണങ്ങളാണ്. പക്ഷേ നമ്മൾ എന്താണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് an electronic spreadsheet? Actually, it is a large sheet comprising several rows and columns for data manipulation. വേറെ നല്ല വലിയൊരു ഷീറ്റാണ്. പക്ഷെ ആ ഷീറ്റിൽ എന്തുണ്ടാവും? ഒരുപാട് റോയും വരികളും നിരകളും ഉണ്ടായിരിക്കും. റോസ് ആൻഡ് കോളംസ്. It is used to record, calculate and compare numerical or financial data. ന്യൂമറിക്കലായ സാംഖ്യികമായ വിവരങ്ങൾ, സംഖ്യയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ, ഓർ ക്യാൻ ബി ഫിനാൻഷ്യൽ ഡാറ്റ, പണത്തിൻ്റെ മൂല്യത്തിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ. അത് രേഖപ്പെടുത്താനും കാൽക്കുലേറ്റ് ചെയ്യാനും കമ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ നമുക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് ക്രമീകരിക്കാനാവും. അതേപോലെ വിശകലനം ചെയ്യാനും സാധിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് ഫോർമുല. അപ്പോൾ നമ്മൾ ഒരുപാട് വിവരങ്ങൾ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വിവരങ്ങളെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതേപോലെ അത് വിശകലനം ചെയ്യാനും അതുവഴി നമുക്കൊരു നിഗമനങ്ങളിലേക്ക് എത്താനൊക്കെ സാധിക്കും. അതിന് നമ്മളെ സഹായിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസും ഫോർമുലാസുമാണ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എ ഫെസിലിറ്റി ടു ഡ്രോ ഗ്രാഫ്സ് ലൈക്ക് ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം, അങ്ങനെയുള്ള പല തരത്തിലുള്ള ചാർട്ടുകൾ, ഗ്രാഫുകൾ ഒക്കെ വരയ്ക്കാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട് നമ്മുടെ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, so this is the name of our chapter. What is that? Spreadsheet. Second chapter. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഇത്തരം വിൻഡോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ടൈറ്റിൽ ബാർ, മെനു ബാർ, സ്റ്റാൻഡേർഡ് ടൂൾ ബാർ എന്നാണ് പൊതുവെ അതിനെ വിളിക്കാറുള്ളത്. ഫോർമുല ബാർ, ഫോർമുല എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർമാറ്റിംഗ് ടൂൾ ബാർ, ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം എന്നുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഷീറ്റിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം. ഷീറ്റ് ടാബ്, അവിടെ ഷീറ്റ് 1, 2, 3, 4 അങ്ങനെ പേരുണ്ടാവും. ദെൻ സ്റ്റാറ്റസ് ബാർ, കാരണം അതിൻ്റെ ഷീറ്റിൻ്റെ ഡിഫറെൻറ്റ് കോമ്പണൻസ് ഈ പറയുന്നതാണ്. പക്ഷേ അതിൻ്റെ മെയിൻ കണ്ടൻറ് എന്താണ്? ഡിഫറെൻറ്റ് റോസും കോളംസും ആണ്. അതിൽ നിങ്ങൾക്ക് കാണാം 1, 2, 3 താഴേക്ക് ഇങ്ങനെ കാണാം. അത് ഡിഫറെൻറ്റ് കോളംസ് ആണ്. ABCD എന്ന് ഹൊറിസോണ്ടലായി കാണാം. അതായിട്ട് കോളംസ് ആണ്. ശരിക്കും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്, എൻ്റെ കണ്ടൻറ്. എൻ്റെ മറ്റ് മേഖലകളിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, എന്താണ് വർക്ക്ഷീറ്റ്? ദി വർക്ക്ഷീറ്റ് ഈസ് എ പ്ലേസ് where you enter data or records and perform various operations. നമ്മൾ ഫിസിക്കൽ വേൾഡിൽ പറയുന്ന പോലെ തന്നെ ആ പേപ്പറിനാണ് പറയുന്നത്.
പേപ്പർ നമ്മൾ സാധാരണ നമ്മളിത് എഴുതുന്ന പേപ്പറില്ലേ, അതാണ് വർക്ക് ഷീറ്റ്. പക്ഷേ ഇവിടെ പേപ്പറിലല്ല നമ്മൾ എഴുതുന്നത്, അതിൻ്റെ സ്ക്രീനിലാണ് നമ്മൾ എഴുതുന്നത്. ആ പർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വർക്ക് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. ദി വർക്ക് ഷീറ്റ് ഇസ് എ പ്ലേസ് വെർ യു എൻ്റർ ഡാറ്റ ഓർ റെക്കോർഡ്സ് ആൻഡ് പെർഫോം വേരിയസ് ഓപ്പറേഷൻസ്. ദി വർക്ക് ഷീറ്റ് കൺസിസ്റ്റ് ഓഫ് കോളം, റോ ആൻഡ് സെൽ. കോളം എന്താണെന്നാണ്, ഇറ്റ് ഈസ് റെഫേർഡ് ബൈ ആൽഫ ക്യാരക്ടർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ആൽഫ ക്യാരക്ടർ ABCD, A column, B column, C column, horizontal ആയിട്ട്. Rows are numbered numerically from top to bottom. Top to bottom numerical ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. 1 2 3 4 എന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. A column, B column, C column, ആൽഫ ക്യാരക്ടർ. റോ നോക്കൂ, സോറി റോസ് നോക്കൂ, നമ്പേഴ്സ് ആണ് തീർന്നത്, താഴേക്കാണ്. 1 2 3 4 5. ഇത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ റോസ് വെർട്ടിക്കലാണ്. സെൽ, ദി ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് റോ ആൻഡ് കോളം ഈസ് കോൾഡ് എ സെൽ. സെൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്റർസെക്ഷൻ പോയിന്റ്, രണ്ടും കൂടി യോജിക്കുന്ന സ്ഥലം, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൽ എന്ന് വിളിക്കുന്നത്. ദി ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് റോ ആൻഡ് കോളം ഈസ് കോൾഡ് എ സെൽ. ഇവിടെ നമ്മൾ ഇതിന് രണ്ടും കൂടി ചേർത്തൊരു നെയിം കൊടുക്കുകയാണെങ്കിൽ A കോളവും ഫസ്റ്റ് റോയും A1 എന്നാണ് ഈ സെല്ലിൻ്റെ പേര്. അത് നമ്മൾ അടുത്തതിൽ പറയും. എ സെൽ ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് സെൽ റെഫറൻസ് ഓർ സെൽ അഡ്രസ്. അപ്പോൾ ഒരു സെല്ലിന് എന്തുണ്ടാവും, ഒരു ഐഡൻറ്റിഫൈഡ് സെൽ റെഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സെൽ അഡ്രസ് ഉണ്ടാവും. സ്റ്റാർട്ടഡ് വിത്ത് കോളം നെയിം ആൻഡ് ഫോളോഡ് ബൈ റോ നമ്പർ, ലൈക്ക് A1 A2 ഇങ്ങനെ ഈ രീതിയിൽ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് A1 എന്ന് പറയുന്നതാണ്. ഇവിടെ വരുമ്പോഴോ ഇവിടേക്കാവുന്നെങ്കിൽ അത് B1 എന്നാവും. ഇവിടെ B2, ഇവിടെ A2, ഇങ്ങോട്ട് വരുമ്പോൾ B3 A3 ഈ രീതിയിൽ. Now cell reference, a cell address becomes cell reference when some data is stored. ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് എന്തായി മാറും, ഒരു സെൽ റെഫറൻസ് ആയി മാറും. അത് എപ്പോഴാണ്, അതിലൊരു ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത്, അതിൽ കുറച്ച് വിവരങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത്. രണ്ട് തരത്തിലുള്ള സെൽ റെഫറൻസസ് ഉണ്ടെന്ന് പറയാം. ഫസ്റ്റ് വൺ, റിലേറ്റീവ് സെൽ റെഫറൻസ്. വെൻ എ ഫോർമുല ഓർ ഫംഗ്ഷൻ copied and pasted to other cells, then the cell references in the formula or function change to reflect the function's new location. മനസ്സിലായല്ലോ? അതായത് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിളിന് നമ്മളിവിടെ B1 നമ്മൾ എന്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ A2 നമ്മൾ എന്ത് കൊടുക്കുന്നു, A1 ഇതിന് താഴെ എക്സാമ്പിൾ ഉണ്ടാവും. ഓക്കെ, ഇതിന് താഴേക്കുള്ള എക്സാമ്പിൾ ആ സമയത്ത് പറയാം. കാരണം അവിടെ വേണ്ടത്ര റോ സെൽസ് വേണ്ടത്ര ഇല്ല, അതുകൊണ്ട് ആ എക്സാമ്പിളിൽ തന്നെ പറയാം. അപ്പോൾ ഇവിടെ ഇത്രയേ അർത്ഥമുള്ളൂ. അതായത് നമ്മളൊരു സ്ഥലത്തൊരു ഫംഗ്ഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫോർമുല ഒരു സെല്ലിൽ കൊടുക്കുന്നു, അതിനെ നമ്മൾ വേറെ അതിന് താഴെയുള്ള മറ്റ് സെല്ലുകളിലേക്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സെൽ അഡ്രസ്സായി അത് മാറുന്നു. ആ ഫോർമുലയിലുള്ള കണ്ടന്റ് അവിടുത്തെ സെൽ അഡ്രസ്സായി മാറുമ്പോൾ അതിന് നമ്മൾ റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് വിളിക്കും. ഒന്നുമായി റിലേറ്റ് ചെയ്ത് ഫോർമുലയിലും ഫംഗ്ഷനിലും മാറ്റം വരുന്നു. ഓക്കെ, ബേസിക്കായി ഇത് മാറുന്നില്ല, പക്ഷെ സെൽ അഡ്രസ് അവിടെ മാറുന്നു. അടുത്ത് നോക്കൂ, അബ്സല്യൂട്ട് സെൽ റെഫറൻസ്. If we want the cell reference to stay fixed on a specific cell, use absolute cell reference. അതായത്
ഒരു ഫോർമുല നമ്മളൊരു ഭാഗത്ത് യൂസ് ചെയ്തത് നമ്മൾ അതിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. വേറൊരു സെല്ലിലേക്ക് അത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത ഫോർമുല അതിൻ്റെ തനിമയോടുകൂടി നിലനിൽക്കണം, യാതൊരു മാറ്റവും വരരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വി ക്യാൻ യൂസ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ്. റിലേറ്റീവ് സെൽ റെഫറൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഫോർമുല ഓർ ഫംഗ്ഷൻ ഒരു സെല്ലിൽ എൻ്റർ ചെയ്ത് മറ്റേ സെല്ലിലേക്ക് മാറ്റുന്ന സമയത്ത് അവിടുത്തെ സെല്ലിൻ്റെ അഡ്രസ്സിനനുസരിച്ച് മാറ്റം ഫോർമുലയിലും വരും അല്ലെങ്കിൽ ഫംഗ്ഷനിൽ വരും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു മാറ്റം വരുന്നില്ല, എല്ലായിടത്തും ഒരുപോലെ നിലനിൽക്കും ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല നമ്മൾ എൻ്റർ ചെയ്തത്. എക്സാമ്പിൾ, an absolute cell reference consists of the column letter A and row number 10 preceded by dollar signs. The dollar sign to keep reference stay fixed on a specific cell. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഡോളർ സൈൻ ഇതിനിടയിൽ ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരിക്കലും ഈ ഫോർമുല മാറില്ല, എവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താലും ഈ ഫോർമുല ഇതേപോലെ നിലനിൽക്കും. ആസ് എ റിസൾട്ട്, the references made in the formula when copied and pasted to other cells do not change. അപ്പം എങ്ങനെയാണ് ഡോളർ സൈൻ എൻ്റർ ചെയ്യാൻ മനസ്സിലായല്ലോ, ഈ രീതിയിൽ വേണം എൻ്റർ ചെയ്യാൻ. ഇത് സമ്മാണ്, A1 മുതൽ A3 വരെയുള്ളതിൻ്റെ സമ്മാണ്, ഈ മൂന്നെണ്ണത്തിൻ്റെ സമ്മാണ്. ഇത് നമ്മൾ ഇവിടേക്ക് ഇപ്പോൾ ഇവിടെയും കുറേ വാല്യൂസ് ഉണ്ട്, എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെയും 10, 5, 7 ഉണ്ട്. അപ്പം 15 + 7 22 ആണ് ഇവിടെ കിട്ടേണ്ടത്. നമ്മൾ ഈ ഭാഗത്ത് കൊണ്ടുപോയി ഈ ഫോർമുല ഇവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും കിട്ടുക, 42 തന്നെ ആയിരിക്കും കിട്ടുക, അല്ലാതെ ഇവിടേക്ക് മാറ്റം വരില്ല. അതേസമയം റിലേറ്റീവ് റെഫറൻസസ് ആണ് നമ്മൾ ഉപയോഗിക്കുക, റിലേറ്റീവ് സെൽ റെഫറൻസ് ആണ് നമ്മൾ ഇതിന് മുന്നുള്ളത്, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിവിടെ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ 10, 5, 7 അല്ലേ ഉള്ളത്, ഇവിടേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഡോളർ സൈൻ ഇല്ലാതെയാണ് ഇവിടെ നമ്മൾ പിന്നെ ഫോർമുല കണ്ടെത്തുക. ഇവിടെ ഫോർമുല കൊടുക്കുന്ന സമയത്ത് തന്നെ ഫോർമുല ഈ ഡോളർ സൈൻ ഇല്ലാതെ കൊടുക്കണം. എന്നിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഈ 10 + 5 + 7 തന്നെയായിരിക്കും. അബ്സല്യൂട്ട് റെഫറൻസ് ആണെങ്കിൽ എവിടെ നമ്മൾ നമ്പർ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, കിട്ടുന്ന ആൻസർ 42 തന്നെയായിരിക്കും, കാരണം അത് മൂന്നെണ്ണത്തിന് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. റിലേറ്റീവ് റെഫറൻസ് ആണെങ്കിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം ഇവിടെ നമ്മൾ ഫോർമുല കൊടുക്കേണ്ടതുള്ളൂ, ഡോളർ സൈൻ ഉപയോഗിക്കാതെ. പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും സെയിം അല്ല, അവിടുത്തെ എത്രയാണോ ടോട്ടൽ അതായിരിക്കും കിട്ടുക. അബ്സല്യൂട്ട് റെഫറൻസ് ആണെങ്കിൽ ഇവിടെ എന്ത് നമ്പർ ഇവിടെയൊക്കെ ആയാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 42 തന്നെയായിരിക്കും. Now labels. A text or a special character will be treated as label for rows or columns or descriptive information. Labels cannot be treated mathematically, multiplied, subtracted, etc. For example, name of employee, date of birth, DOB. അപ്പോൾ നോക്കിക്കോളൂ, ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. ലേബൽ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആവാം അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടർ ആവാം. ഇത് ഒന്നുകിൽ കോളം ഹെഡിങ് അല്ലെങ്കിൽ റോ ഹെഡിങ് ആയിട്ട് ഇങ്ങോട്ട് താഴേക്കും എഴുതാം. ഇത് ഹെഡിങ് അല്ല കേട്ടോ, ഇത് പിന്നെ കുട്ടികളുടെ പേരുകളാണ്. ഇത് ഹെഡിങ് ആയിട്ട് നമുക്ക് കണക്കാക്കാനാവില്ല. ഇതാണ് ഹെഡിങ്, കോളം ഹെഡിങ്, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, ക്ലാസ്, ഡേറ്റ് ഓഫ് ബർത്ത്. ഇതിനെ നമുക്ക് ആഡ് ചെയ്യൽ പോസിബിൾ അല്ല. മാത്തമാറ്റിക്കലി മൾട്ടിപ്ലൈ ചെയ്യാനോ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്പറുകൾ ടെക്സ്റ്റാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടറാണ്. അതുകൊണ്ട് അതിനെ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഒന്നും നടക്കുന്ന കാര്യമല്ല. Naming of ranges. We can give a name to cells or ranges, and such a name can be used instead of such cells or range references in the formula. നമുക്ക് ഒരു സെല്ലിന് അല്ലെങ്കിൽ സെല്ലിൻ്റെ റേഞ്ചിന് നമുക്ക് ഇപ്പോൾ A1 മുതൽ A7 വരെയുള്ള ഭാഗം, അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും, ഒരു പേര് കൊടുക്കാനാവും. ഈ സെല്ലിന് അല്ലെങ്കിൽ സെൽ റേഞ്ചിന്, സെൽ അതിൻ്റെ ഒരു കൂട്ടത്തിന് നമുക്ക് ഒരു പേര് കൊടുക്കാൻ സാധിക്കും. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ്
the names of such cells. I mean, അതിൻ്റെ സെൽ അഡ്രസ് കൊടുക്കാതെ, or range reference in the formula. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പേര് കൊടുക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹൗസിംഗ്, ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഹൗസ് നമ്പർ 1 മുതൽ 100 വരെയുള്ള ഭാഗത്തിന് നമ്മൾ ഒരു പേര് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, ആ ഹൗസ് നമ്പർ 1 മുതൽ ഹൗസ് നമ്പർ 100 വരെയുള്ള മേഖലയാണെന്ന് ഇങ്ങനെ ഓരോ സമയത്തും എടുത്ത് പറയേണ്ടതില്ല. അപ്പോൾ അതിന് നമ്മളൊരു XY എന്നുള്ളൊരു പേര് അങ്ങോട്ട് കൊടുത്താൽ, പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ XY എന്ന് യൂസ് ചെയ്താൽ മതി. XY സ്റ്റാൻഡ്സ് ഫോർ ഹൗസ് നമ്പേഴ്സ്, ഏരിയ കവറിങ് ഹൗസ് നമ്പേഴ്സ് 1 to 100 ആണ്. ഹൗസ് നമ്പർ 1 മുതൽ 100 വരെയുള്ള ഒരു മേഖലയെ പ്രതിനിധാനം ചെയ്യുന്ന പേരാണ് XY. അതാണ്. ഇതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ചെയ്യുന്നു. സെല്ലുകളുടെ ഒരു കൂട്ടത്തിന് നമ്മളൊരു പേര് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു സെല്ലിന് അങ്ങനെ സെല്ലുകളുടെ കൂട്ടം വേണമെന്നില്ല, ഒരു സെല്ലിന് നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. എക്സാമ്പിൾ, takes the case of range D10 to D20. Assume that it is named moon. We can refer the name in formula or functions. Example, sum moon. എന്ത് കൊടുക്കണം? സം D10 colon D20. D10 മുതൽ D20 വരെയുള്ള സെല്ലുകളുടെ തുക എത്ര എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ കഷ്ടപ്പെട്ട് ഇതൊന്നും അടിക്കുന്നില്ല, കോളൻ ഇതൊന്നും മാറിപ്പോകാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സം ഈക്വൽ ടു എന്തായാലും കൊടുക്കണം, ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ മൂൺ. കാരണം നമ്മൾ ആ മൂൺ എന്ന് പറയുന്നത് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്? D10 മുതൽ D20 വരെയുള്ള സെൽ റെഫറൻസസ്, ഐ മീൻ സെൽ അഡ്രസ്സുകളെ, സെല്ലുകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. സ്റ്റെപ്സ് ഇൻ നെയിമിംഗ് റേഞ്ച്. അങ്ങനെ ഒരു പേര് കൊടുക്കൽ അങ്ങനെ എളുപ്പമുള്ള കാര്യമില്ല. എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത് നോക്കുക. അതിന് നമ്മൾ ലാബിൽ പോയി ചെയ്യുമ്പോൾ അതിനൊരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു സെലക്ട് സെൽസ് ഓർ റേഞ്ച് ടു ബി നെയിംഡ്. നമ്മൾ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സെല്ലുകളെ അല്ലെങ്കിൽ ആ സെല്ലിൻ്റെ കൂട്ടത്തിന് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ മെനു ബാറിലേക്ക് വരിക, സെലക്ട് നെയിം, അവിടെ പേര് എടുക്കുക. ആ മെനുവിൽ ഡിഫൈൻ ഉണ്ടാവും. ഫ്രം ദി ഇൻസേർട്ട് മെനു മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻസേർട്ട് മെനു എന്ന് പറയുന്ന ഒരു മെനു മുകളിൽ കാണാനാവും. ആ ഇൻസേർട്ട് മെനു എടുത്താൽ അതിൽ നെയിം കിട്ടും. ഡിഫൈൻ സെലക്ട് ചെയ്യുക, ഡിഫൈൻ നെയിം കൊടുക്കുക. ദിസ് വിൽ ഡിസ്പ്ലേ എ ഡയലോഗ് ബോക്സ് ആസ് ഡിഫൈൻ നെയിം. ഇൻ ദിസ് ഡയലോഗ് ബോക്സ് ഗിവ് നെയിം ഫോർ ദ റേഞ്ച് യു സെലക്ടഡ് ആൻഡ് ക്ലിക്ക് ഓക്കെ. അപ്പോൾ അവിടെ നിങ്ങൾ ഈ മൂൺ എന്ന പേര് നിങ്ങളവിടെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ XY എന്ന പേര് നിങ്ങളവിടെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് താല്പര്യമുള്ള പേര്, ക്വസ്റ്റ്യനിൽ പറയുന്ന പേര്. യു ക്യാൻ യൂസ് ദിസ് നെയിം ഇൻ ഫോർമുല. ഫോർമുലയിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പേര് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫീൽഡ്. ഡിഫൈൻ നെയിം എന്നുള്ളതിൻ്റെ വിൻഡോ ഇതാണ്. നെയിമിംഗ് റേഞ്ചസ്, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഒരു ഓൾട്ടർനേറ്റീവ് വേ. സെലക്ട് ദി ബ്ലോക്ക് ഓഫ് സെൽസ് ഡാറ്റ റേഞ്ച് ടു ബി നെയിംഡ്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുക. ടൈപ്പ് എ നെയിം ഫോർ ഇറ്റ് ഇൻ ദി നെയിം ബോക്സ് ആൻഡ് പ്രസ് എൻ്റർ കീ. ഇതിങ്ങനെ കുറെ കൂടി ഒരു ഈസി ആയിട്ടുള്ള വേ, കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു വേ ആണിത്. മറ്റേതാണ് അതിൻ്റെ ഒരു ഫോർമൽ വേ. ഇതൊരു ഷോർട്ട് കട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ പ്രധാന മേഖലകളിലേക്ക് കടക്കുന്നു. ഫങ്ഷൻസ്. സ്പ്രെഡ്ഷീറ്റ് നമുക്ക് നൽകുന്ന ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് ഫോർമുലയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് എ ഫങ്ഷൻ? എ ഫങ്ഷൻ ഈസ് എ പ്രീസെറ്റ് ഫോർമുല or a keyword programmed to perform some specific functions. ചില പ്രത്യേക ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പ്രെഡ്ഷീറ്റ് നൽകുന്ന ഒരു പ്രീസെറ്റ് ഫോർമുല ഓർ എ കീവേഡ്, അതിനാണ് നമ്മൾ ഫങ്ഷൻ എന്ന് വിളിക്കുക. ഇറ്റ് ബിഗിൻസ് വിത്ത് ദി ഈക്വൽ സൈൻ. ഈക്വൽ സൈനോട് കൂടി തുടങ്ങണം. അതല്ലാതെ നമ്മൾ എന്ത് എൻ്റർ ചെയ്തിട്ടും കാര്യമില്ല. ഈക്വൽ സൈൻ തുടങ്ങിയാലേ അത് ഫോർമുലയാവും. Followed by function's name and its arguments. ഇതാണ് കുറച്ച് എക്സാമ്പിൾസ്. സം എന്ന തുകയാണല്ലോ. DB ഫോർ അത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. ഡിമിനിഷിംഗ് ബാലൻസ്, SLN സ്ട്രേറ്റ് ലൈൻ, ആൻഡ് ഈഫ്, കൗണ്ട്, മന്ത്, ABS, PMT, ആവറേജ്, മിനിമം, മാക്സിമം, അങ്ങനെ കുറേ ഫങ്ഷൻസ് ആണുള്ളത്.
Structure of function. Function structure. It starts with equal sign. First one, equal sign, sum, function name. അവിടെ സം എന്നായിക്കൊള്ളുന്നില്ല, ഏത് മുകളിൽ കാണിച്ചിട്ടുള്ള ഏത് പേരും അവിടേക്ക് വരാം. മിനിമം, മാക്സിമം, അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. ദെൻ ആവറേജോ എന്ത് വേണമെങ്കിലും വരാം. B2 കോളൻ E2. B2 മുതൽ E2 വരെയുള്ള സെല്ലുകൾ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം സ്റ്റാർട്ട്സ് വിത്ത് ഈക്വൽ സൈൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. പിന്നെ ഓപ്പണിംഗ് ബ്രേസസ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്സ്. ദെൻ നമ്മൾ മൂന്നാമത് ബ്രാക്കറ്റ് തുടങ്ങുന്നു. നാലാമത്തത് കൊടുക്കുന്നതാണ് അവിടെ പ്രധാനപ്പെട്ട മേഖലയാണ്. അത് ആർഗ്യുമെൻറ്റ്സ്. അഞ്ചാമത്തത് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ്. ഇതാണ് സ്ട്രക്ചർ ഓഫ് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ സ്ട്രക്ചർ ചോദിച്ചാൽ സിമ്പിളായിട്ട് ഇതിങ്ങോട്ട് വരച്ച് കാണിച്ചു കൊടുത്താണ്. ഫംഗ്ഷൻസ്. The name of function indicates what operation it will perform. ഫംഗ്ഷൻ്റെ പേര് എന്ത് സൂചിപ്പിക്കും? എന്താണ് അത് ചെയ്യാൻ പോകുന്നത്? എന്ത് ഓപ്പറേഷനാണ് അത് ചെയ്യാൻ പോകുന്നത്? എന്ത് ആക്ടിവിറ്റിയാണ് അത് ചെയ്യാൻ പോകുന്നത്? കാൽക് പ്രൊവൈഡ്സ് മെനി ഫങ്ഷൻസ്. യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ ഫങ്ഷൻസ്. കാൽക്ക് തന്നെ ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് പിന്നെ ബൈ ഡിഫോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനോട് നമ്മൾ എന്ത് ചെയ്യണം? അത് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇസ് ഈക്വൽ ടു സം അടിക്കുമ്പോഴേക്ക് തന്നെ ബാക്കി, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ബൈ ഡിഫോൾട്ട് കാൽക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബിസൈഡ്സ് ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ ഫങ്ഷൻസ്. സ്വന്തം ഫംഗ്ഷൻ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഈ ഫംഗ്ഷനെ തരംതിരിച്ചിരിക്കുന്നത് നോക്കൂ. ലോജിക്കൽ ഫംഗ്ഷൻ, ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻ, ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫംഗ്ഷൻ, ഫിനാൻഷ്യൽ ഫംഗ്ഷൻ. ഇതിൽ ഓരോ ഫംഗ്ഷൻ്റെയും മീനിങ് എന്താണെന്നും അതിന് കുറച്ച് എക്സാമ്പിൾസും തരാൻ നമുക്ക് സാധിക്കണം. സി ലോജിക്കൽ ഫംഗ്ഷൻ. If function. The if function checks whether a condition is met and returns one value if true and another value if false. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ. if ഒരു തുക, ഒരു വാല്യൂ, രണ്ട് പോസിബിലിറ്റീസോ അല്ലെങ്കിൽ രണ്ടിലധികം എത്ര വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടുകൂടി പഠിക്കാം. സിൻടാക്സ് is equal to if ടെസ്റ്റ് ദെൻ വാല്യൂ. അങ്ങനെ ഈഫ് ആണല്ലോ, അപ്പോൾ അപ്പോഴുള്ള വില അല്ലെങ്കിലുള്ള വില അതാണ് തരിക. ഫോർ എക്സാമ്പിൾ, ഇഫ് A2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24 പാസ്ഡ്, അതർവൈസ് ഫെയിൽഡ്. അപ്പം അതിലുപയോഗിച്ചിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ കൃത്യമായി അതേപോലെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഫോർമുല വർക്ക് ചെയ്യില്ല. സോ ഇഫ് A2 ഗ്രേറ്റർ ദാൻ ഓർ 24 ഈക്വൽ ടു 24. അപ്പോൾ 24 എന്നുള്ളത് വാക്ക് നിങ്ങൾക്ക് പിന്നെ ഒരു സ്ട്രൈക്കിംഗ് ആയിരിക്കും, കാരണം അത് നിങ്ങളുടെ പാസ് മാർക്കാണ് പല സബ്ജക്റ്റിൻ്റെയും. പിന്നെ എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, മലയാളം, ഇംഗ്ലീഷിൻ്റെയൊക്കെ പാസ് മാർക്കാണ്. 80ൽ 24 മാർക്ക് കിട്ടണം. അപ്പോൾ A2 എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പേരാണ്. ആ കുട്ടിക്ക് 24 മാർക്കോ അതിൽ കൂടുതലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ പാസ്ഡ്, അതർവൈസ് ഫെയിൽഡ്. ഇതാണ്. അത് നമ്മളെന്ത് ചെയ്യുക, പിന്നെ വേണമെങ്കിൽ നേരെ താഴേക്ക് ഫോർമുല എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അത് B2ൻ്റെ കേസായി മാറും. പിന്നെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ C2. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഫോർമുലയെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് ഉപയോഗിക്കാം. അടുത്ത് നോക്കൂ, നെസ്റ്റഡ് ഈഫ്. ഒരു ഈഫ് മാത്രമല്ല, ഈ ഫംഗ്ഷൻ മാത്രമല്ല, നെസ്റ്റഡ് ഈഫ്. വെൻ മോർ ദാൻ വൺ കണ്ടീഷൻ ഇസ് ടു ബി ടെസ്റ്റഡ്, മോർ ഈഫ്സ് മേ ബി യൂസ്ഡ്. ഒരുപാട് പിന്നെ കണ്ടീഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കുറേ ഈഫ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇസ് ഈക്വൽ ടു ഈഫ് A1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വേണം 90 A പ്ലസ് കോമ if A1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A, ഈക്വൽ ടു എന്നില്ല കേട്ടോ, ഈക്വൽ ഗ്രേറ്റർ ദാൻ 80 A, അവിടെ ഈക്വൽ ടു വേണം. അപ്പോൾ ഇതേപോലെ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഓരോ കുട്ടിയുടെയും കൃത്യമായ ഗ്രേഡ് ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിലുപയോഗിച്ച ചിഹ്നങ്ങളൊക്കെ യാതൊരു മാറ്റവും ഇല്ലാതെ ഉപയോഗിക്കണം എന്ന് മാത്രം. അടുത്ത് നോക്കൂ, ആൻഡ് ഫംഗ്ഷൻ. ദി ആൻഡ് ഫംഗ്ഷൻ റിട്ടേൺസ് ട്രൂ if all conditions are true and returns false
if any of the condition are false. And എന്ന് പറയുന്നത് എന്താണ്? എല്ലാ കണ്ടീഷനും എന്ത് ചെയ്യണം? ഒരേപോലെ മീറ്റ് ചെയ്യണം. എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതനുസരിച്ച് ആൻസർ ആയിരിക്കും അത് തരിക. ട്രൂ എന്നുള്ള ആൻസർ ആയിരിക്കും തരിക. അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് ഫോൾസ് ആയിരിക്കും തരിക. അപ്പോൾ നോക്കിക്കോളൂ. ഫോർ എക്സാമ്പിൾ, ആൻഡ് ഈസ് ഈക്വൽ ടു ആൻഡ് A1 greater than 40, B1 greater than 10, C1 less than 50. ഈ 3 കണ്ടീഷനും ആൻഡ് ആയതുകൊണ്ട് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൂ എന്നുള്ള ആൻസർ കിട്ടും. അതർവൈസ് ഫോൾസ്. നോക്കൂ, 1 ആർഗ്യുമെന്റ് ഈസ് ഫോൾസ്, റിസൾട്ട് ഈസ് ഫോൾസ്. All arguments are true, result is true. 1 argument is false, result is false. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി. A1 greater than 40 കറക്റ്റാണ്. B1 greater than 10 കറക്റ്റാണ്. C1 less than 50 ഇവിടെ 67 ആയിപ്പോയി. രണ്ടാമത്തെ നോക്കൂ, ഇവിടെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ട്രൂ എന്നുള്ള ആൻസറാണ്. നമ്മളിവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്, ഫംഗ്ഷൻ കൊടുക്കുന്നത്. ഇവിടെയാണെങ്കിലോ ഇത് 40-നേക്കാളും കുറവാണ്. അപ്പോൾ അത് ഫോൾസ് ആണ്. ആൻഡ് ഓർ ഫംഗ്ഷൻ അതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിന് നേരെ വിഭിന്നമായ അർത്ഥമുള്ള ദി ഓർ ഫംഗ്ഷൻ റിട്ടേൺസ് ട്രൂ ഇഫ് എനി വൺ ഓഫ് ദി കണ്ടീഷൻ ആർ ട്രൂ ആൻഡ് റിട്ടേൺസ് ഫോൾസ് ഇഫ് ഓൾ കണ്ടീഷൻസ് ആർ ഫോൾസ്. അപ്പോൾ ഈ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി. അപ്പോഴെന്ത് ചെയ്യും? അത് ട്രൂ തരും. എല്ലാം തെറ്റിപ്പോയാൽ മാത്രമേ അത് ഫോൾസ് തരികയുള്ളൂ. 2 കണ്ടീഷൻ, അത്രയും 3 കണ്ടീഷനാണ്. 2 കണ്ടീഷൻസ് ആർ ട്രൂ, റിസൾട്ട് ട്രൂ. All conditions are false, result false. 2 conditions are true, result 1. 1 condition is true, 1 condition is true, result true. ഒറ്റ കണ്ടീഷൻ മാത്രം ശരിയായാൽ മതി. അപ്പോൾ ഈ പറഞ്ഞിട്ട് A1 greater than 30, ഇപ്പോൾ അവസാനത്തെ കേസ് A1 greater than 30 അല്ല, B1 greater than 15 അല്ല, C1 less than 45 ആണ്. അതുകൊണ്ട് മാത്രം ഇത് ട്രൂ എന്നുള്ള കണ്ടീഷൻ. എല്ലാം തെറ്റിപ്പോയാൽ മാത്രമേ, അല്ല ഒരു കണ്ടീഷനും പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ഫോൾസ് എന്ന് കിട്ടുകയുള്ളൂ. ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ്. ടുഡേ, ടു ഗെറ്റ് ദി കറണ്ട് ഡേറ്റ് ഓൺലി വി ക്യാൻ യൂസ് ടുഡേ ഫങ്ഷൻ. സിൻടാക്സ് ടുഡേ braces. The today function syntax has no arguments. Today എന്ന് പറയുമ്പോൾ പിന്നെ ആർഗ്യുമെന്റ്സ് ഇല്ലല്ലോ. ഇന്നത്തെ ദിവസം വേറെന്താ ആർഗ്യുമെന്റ് പറയാനാണ്? ആ പർട്ടിക്കുലർ ഡേ സിസ്റ്റത്തിന് അറിയാം, കമ്പ്യൂട്ടറിന് അറിയാം ആ പർട്ടിക്കുലർ ഡേ ഏതാണ്. നമ്മൾ ഈ ഒരു സിൻടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടും. നൗ ഫംഗ്ഷൻ, ടു ഗെറ്റ് ദി കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം യൂസ് ദി നൗ ഫംഗ്ഷൻ. ആണ് നൗ ഫംഗ്ഷൻ. നൗ നമ്മൾ ഡേറ്റ് കൊടുക്കുക, എന്ത് അവിടെ നമുക്കിത് കിട്ടും. ടു ഗെറ്റ് ദി ഡേറ്റ് കൊടുക്കണ്ട, നൗ ഗെറ്റ് ദി കറണ്ട് ഡേറ്റ്, ആ ദിവസം കിട്ടാൻ യൂസ് നൗ ഫംഗ്ഷൻ. Day, month and year function. To get the day of a date, use the day function. Syntax day is equal to day number. Use the number, use the month and year function to get the month and year of a date. Syntax is equal to month date or month date value. Syntax year date value or date value function. For അതിൻ്റെ ഉപയോഗിക്കേണ്ട ഫങ്ഷൻസ് ആണ് പറയുന്നത്. The date value function converts a date that is stored as text to a serial number that spreadsheet recognizes as date. Date value, date. ഇവിടെ 1899 ഡിസംബർ 30 എന്നുള്ളതാണ് അതിൻ്റെ ബേസ് ആയിട്ട് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ലിബ്രെ ഓഫീസ് കാൽക്ക് എടുക്കുന്നത്. അത് തുടങ്ങി ഉള്ള എത്ര നമ്പർ ഓഫ് ഡേയ്സ് എന്നാണ് നമുക്ക് ഈ ഡേറ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക. ഡേറ്റ് വാല്യൂ, ഫോർ എക്സാമ്പിൾ ദ ഫോർമുല ഇസ് ഈക്വൽ ടു ഡേറ്റ് വാല്യൂ ബ്രേസസിൽ നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു, റിട്ടേൺസ് 39,448. ദ സീരിയൽ നമ്പർ ഓഫ് ഡേറ്റ് ഈസ് 11/2008. ഇതാണ് ഡേറ്റ് വാല്യൂ ഫംഗ്ഷൻ. Okay, for the admission to Smart Junior, students age scheduled to be greater than 10 and less than 40. ഒരു പ്രോഗ്രാമാണ് സ്മാർട്ട് ജൂനിയർ എന്ന പേരുള്ള. അതിലേക്ക് കുട്ടികളുടെ പ്രായം 10-ൽ കൂടുതലാവണം, 14-ൽ കുറവാവണം എന്ന് ഒരു പർട്ടിക്കുലർ ഡേറ്റ് 31/3/2015. റൈറ്റ് സ്പ്രെഡ്ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് ടു ടെസ്റ്റ് വെൻ എ കാൻഡിഡേറ്റ് ഈസ് എലിജിബിൾ ഫോർ അഡ്മിഷൻ ഓർ നോട്ട്.
when his date of birth is entered in a cell as input. അപ്പോൾ അയാൾ എലിജിബിൾ ആണോ, ആരുടെ പേര് ആരുടെ ഡീറ്റെയിൽസ് കൊടുത്താലും നമുക്ക് അയാളുടെ എലിജിബിലിറ്റി കിട്ടണം. നമ്മൾ ഫോർമാറ്റ് സെൽ ആസ് ഗിവൺ ബിലോ. ഇപ്പം എന്തൊക്കെ ചെയ്യേണ്ടത് നോക്കാം. ഡേറ്റ് 31/1/2017, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, റിസൾട്ട്, ഈ രീതിയിൽ നമ്മൾ കൊടുക്കുക. ബിയിൽ 31/3/2017 കൊടുക്കുക. എ കോളം ഈ രീതിയിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ മുകളിലുണ്ടാവും സ്റ്റെപ്പ് 2 ഇൻ B2 എൻ്റർ ദി ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ 31/3/2017. ഇൻ B3 എൻ്റർ ദി ഫോർമുല is equal to round B1 minus B2 divided by 365. Age will be displayed. Step 4 in B4 enter the formula to test whether eligible for admission. അവിടെ നമ്മൾ ഫോർമുല കൊടുക്കേണ്ടത് if B3 less than 10 not eligible, if B3 greater than 14 not eligible, comma eligible, or if and B3 greater than 10, comma B3 less than 14 eligible, not eligible. ആ രീതിയിലാണ് ഫോർമുല കൊടുത്തത്. അപ്പോൾ നമുക്ക് എ കോളം ഇതാണ് നമ്മളിങ്ങനെ മുകളിൽ ഇങ്ങനെ എഴുതി വായിക്കുന്നതിലും സുഖം ഇവിടെ ഇങ്ങനെ നോക്കുമ്പോഴാണ്. ഈ രീതിയിൽ നമ്മൾ പിന്നെ ലേബൽസ് കൊടുക്കുക. ഡേറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, റിസൾട്ട്. ഡേറ്റ് ഏതാണ്? 31/3/2017. ഇന്നത്തെ മീൻസ് അതിൻ്റെ അർഹത പരിശോധിക്കുന്നത് അതിൻ്റെ ഈ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടിയുടേത് 12/8/2017. ഏജ് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് 17 2000 മൈനസ് ചെയ്താൽ നമുക്ക് 17 കിട്ടും. റിസൾട്ട് ആൻഡ് B3 ഗ്രേറ്റർ ദാൻ 10, B3 ലെസ് ദാൻ 14 എലിജിബിൾ, നോട്ട് എലിജിബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എൻ്റർ ചെയ്യുന്നതോടുകൂടി ഇവിടെ നമുക്ക് ആൻസർ കിട്ടും. ഇത് കുട്ടി എലിജിബിൾ ആണോ അല്ലെങ്കിൽ രണ്ട് ഇതാ വരിക, ഒന്നുകിൽ എലിജിബിൾ അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ എന്ന് വരും. ഇതാണ് കൊടുക്കേണ്ട ഫോർമുല. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. Sum function. To sum a range of cells, use the sum function. കൂട്ടാൻ സം ചെയ്യാൻ ടോട്ടലി സം സിൻടാക്സ് ഇതാണ്. is equal to sum number 1, number 2, number 3, number 4. Sum if function. To sum cells based on one criteria, syntax sum if, range criteria, sum range. For example, sum if A1 F1 greater than 9, 11, 10, 1, 7, 23. അപ്പോൾ ഇതിൽ A1 മുതൽ F1 വരെയുള്ളതിൽ 9 കൂടുതൽ നമ്പർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തുക 11 + 10 21 + 20 41. ഈ 3ഉം 7ഉം 1ഉം നമ്മൾ ഒഴിവാക്കണം, കാരണം അത് ലെസ് ദാൻ 9 ആണ് എന്നതുകൊണ്ട്. ഓക്കെ. റൗണ്ട് ഫംഗ്ഷൻ. The round function rounds a number to a specified number of digits. For example, if cell A1 contains 23.7825 and you want to round that value to 2 decimal places, you can use the following formula. Round നമ്മൾ 23.78225 എന്നുള്ളത് നമുക്ക് 2 ഡെസിമൽ പോയിന്റ്സിലേക്ക് നമുക്ക് അത് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാവും? ഈ ഒരു ഫോർമുല കൊടുക്കണം. is equal to round A1, 2. The result of this function is 2 ഡെസിമൽ പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന A1ന് 23.78. Syntax is equal to round number count എത്ര? 2 2. നമ്പർ ഏതാണ്? A1ലുള്ള നമ്പറാണ്. സോ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, താങ്ക് യു.